ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയെ പറ്റി ആലോചിച്ച്, നന്ദയുമായി ഒരുമിച്ച് ജീവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് കണ്ണീരും കയ്യുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ ഗൗതം. ആ സമയത്താണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മി ഇങ്ങനെ വന്ന് മോനെ കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അരുന്ധതി അവിടെ ഒരു മൂലയ്ക്ക് പോയിരിപ്പുണ്ട്. മോഹിനി തൊട്ടരികിൽ ഇരിപ്പുണ്ട്. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു. പിങ്കി ആണെങ്കിലും ഭയങ്കര നിരാശയിൽ നടക്കുക മോൻ പോയതിൻ്റെ. ലക്ഷ്മി ആണെങ്കിലോ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഗൗതത്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. ഗൗതമാണെങ്കിൽ ഇവരെയൊക്കെ കാണുമ്പോൾ കണ്ണുനീരും തുടച്ച് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ. പിങ്കി ആണെങ്കിൽ കുഞ്ഞിനെ പറ്റി ആലോചിച്ച് ഭയങ്കര കരച്ചിലാണ്. താൻ താരാട്ട് പാടിയത്, താൻ കൊഞ്ചിച്ചത്, ഓമനിച്ചത്, ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ പിങ്കി അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ആശ്രമത്തിൽ കഴിയുന്ന നമ്മുടെ നന്ദ കണ്ണ് തുറന്നു. ഇപ്പോൾ ഡോക്ടർ, അവിടുത്തെ ആ ആശ്രമത്തിലെ അമ്മ, എല്ലാവരും നന്ദയ്ക്ക് ചുറ്റിനും ഉണ്ട്. മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കേട്ടോ. അപ്പം നന്ദ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെയൊക്കെ കണ്ടു. പെട്ടെന്ന് നന്ദ ഇങ്ങനെ വല്ലാതെ ആയിട്ട് ഇങ്ങനെ ചുറ്റിനും നോക്കും. ഇത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ നോക്കി തൻ്റെ കുഞ്ഞിനെ പറ്റി ചോദിച്ചു. എൻ്റെ മോൻ എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. പേടിക്കണ്ട, കുഞ്ഞ് സേഫായിരിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നിട്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് നന്ദ ദേഷ്യപ്പെടുക. എവിടെ എൻ്റെ കുഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ, മോളെ ഡോക്ടർ എന്നോട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെന്നും പിന്നെ മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്മയ ദീദി, ലോകം എന്നെ മാതാവെന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ നീ വിഷമിക്കാതെ മോളെ, നിന്റെ കുഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തം വിട്ടിങ്ങനെ നോക്കുക നമ്മുടെ നന്ദ ഗർഭിണിയാണെന്ന്. അപ്പോൾ വീഴ്ചയിൽ സാധാരണ അബോർഷനൊക്കെ സംഭവിക്കാറുള്ളതാണെന്നും, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഈശ്വരൻ തുണച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു നന്ദ. ഞാൻ ഗർഭിണിയാണെന്നോ? അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടേന്ന് പോലും നന്ദയ്ക്ക് അറിയത്തില്ല. നന്ദ ഇങ്ങനെ ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ സാധ്യമല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണെന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ കുഞ്ഞ് എവിടെയെന്ന് നിങ്ങൾ അന്വേഷിച്ചതോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഏത് കുഞ്ഞിനെ കുറിച്ചാണെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ കുഞ്ഞിനൊപ്പമാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞ് നന്ദ ഇവരോട് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ ഇവരോട് പറഞ്ഞു. അതൊക്കെ കേട്ട് ഈ ഒരു അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ ഭർത്താവിനോട് അപ്പോൾ എന്നേക്കുമായി പിണങ്ങിയാണ് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുവാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പോൾ വാഗൺ വഴി ഏലപ്പാറയ്ക്ക് പോകുന്ന ബസ്സിലാണ് ഞാൻ കയറിയത്. എൻ്റെ മോനെയും മടിയിൽ വെച്ചാൽ ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിങ്ങനെ തളർന്നു പോകരുത്, കുറച്ചുകൂടി മനോബലം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു. എന്താ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും എന്ന് ചോദിച്ചു നന്ദ. മോളെ, നീ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് തീ പിടിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുക. അത് കേട്ടപ്പോൾ നന്ദ ആകെ തകർന്നു. അപ്പോൾ കുഞ്ഞും അതിൽ മരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് ഇവരും പറയുന്നത്. അപ്പോൾ ആ യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിയേ പറ്റൂ, അതിനനുസരിച്ച് നീ മുന്നോട്ട് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നന്ദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, എൻ്റെ പൊന്നുമോൻ, എൻ്റെ അച്ചുക്കുട്ടൻ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ നന്ദ. അയ്യോ ഞാനിത് വിശ്വസിക്കില്ലെന്നും പറഞ്ഞ് നന്ദ ഭയങ്കര കരച്ചില്ല. അപ്പോൾ മോളെ പറയുന്നത് കേൾക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്നും പറഞ്ഞ് നന്ദ ഭയങ്കര കരച്ചില്ല. എൻ്റെ മോനെ എനിക്ക് അങ്ങനെ നഷ്ടപ്പെടില്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഒത്തിരി കാത്തിരുന്നതാ, പ്രാർത്ഥിച്ചതാ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് നന്ദ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുക. അപ്പോൾ താനിങ്ങനെ വിഷമിക്കാതെ, തനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ നന്ദയെ പിടിച്ചു വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ നന്ദയ്ക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ലല്ലോ. നന്ദയാണെങ്കിലോ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ അവിടെ കിടക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഗൗതം കുടിയനായി മാറിയിരിക്കുക. പരിസരബോധം പോലും ഇല്ലാതെ വീട്ടിൽ മദ്യക്കുപ്പിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കുടിച്ച് ലെവലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും പിങ്കിയും ലക്ഷ്മിയും കൂടി ഇതൊക്കെ കണ്ടുകൊണ്ട് ഓടി വരിക. മോനെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞ അമ്മ. ഗൗതം എന്ന് വിളിച്ചു പിങ്കി. മോനെ, ഇത് എന്തൊക്കെയാടാ ഇത് കാണിച്ചു കൂട്ടുന്ന, നീ അകത്തേക്ക് വാ, കട്ടിൽ വന്ന് കിടക്കുന്നു പറഞ്ഞ് അമ്മ വിളിക്കുമ്പോൾ, ഇവിടെ കിടന്നാൽ എന്താ അമ്മ ഉറങ്ങിയാൽ പോരെന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ഇങ്ങനെ എന്നിട്ട് അമ്മയോട് ചോദിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ തീയിൽ വെന്തുരുക്കി പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഒരിക്കലും അണിയാത്ത തീ, ഞാനിതെങ്ങനെ സഹിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗതം ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും പിങ്കിയും കരഞ്ഞുകൊണ്ട് വന്നിങ്ങനെ അടുത്ത് നിൽക്കുക. ഈശ്വരൻ അറിയാം
ഈശ്വരന് അറിയാം, അത് വേറെ ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പൊന്നുമോനെ, അമ്മയ്ക്കെല്ലാം അറിയാം മോനെ, അമ്മയുടെ പൊന്നുമോൻ ഇങ്ങനെ കരയില്ലേടാ, തളരരുതടാ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമോൻ വാ, നമുക്ക് അകത്ത് കിടക്കാം, വാ മോനെ എന്നും പറഞ്ഞ് അമ്മ വിളിക്കുന്നു. ഇല്ലെന്നും പറഞ്ഞു മകൻ. ഞാൻ മരിക്കട്ടെ, ഞാൻ ജീവിക്കണ്ട, കുടിച്ച് ഞാൻ മരിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ വീണ്ടും എടുത്ത് കുടിക്കാൻ നോക്കുക. ആ സമയത്ത് അമ്മ തടയുന്നുണ്ട്. പിങ്കി ഇങ്ങനെ നിൽക്കുമ്പം നീ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് പിങ്കിയുടെ മുഖത്ത് നോക്കി ഗൗതം എന്നിട്ട് പറയുവാണേ. പിങ്കിയെ കണ്ടപ്പോൾ നിന്റെ വാശി ഒറ്റ ഒന്ന് കാരണമാണെന്നും പറഞ്ഞ് പിങ്കിയോട് ഗൗതം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ കിട്ടിയില്ലേ നിനക്കെല്ലാം കിട്ടിയില്ലേ എന്ന് ഗൗതം ചോദിക്കുവാണ്. പിങ്കി നിന്ന് മോങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം മോനെ ഗൗതം, നീ ഇങ്ങനെയൊന്നും പറയാതെടാന്നും പറഞ്ഞ് അമ്മ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ഗൗതം എന്ന് പിങ്കി പറയുമ്പോൾ, അല്ല മനഃപൂർവ്വം അല്ല, നീ കരുതി കൂട്ടി ചെയ്തതാ, ഞാൻ അവളെ ഇറക്കി വിട്ടതും മനഃപൂർവ്വം അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ എന്നിട്ട് അവിടെ ഇരുന്ന് ഏറ്റു പറയാം. അവളെ നശിച്ച ബസ്സിൽ കയറുമെന്നും അതൊന്നും ഞാൻ ഓർത്തില്ല, അതൊന്നും മനഃപൂർവ്വം അല്ല, എല്ലാം വിധിയല്ലേ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഗൗതം കരയണത്. എൻ്റെ അർജുനെ കൊണ്ടുപോയത് വിധിയല്ലേ, എൻ്റെ നന്ദയെയും കൊണ്ടുപോയി, എൻ്റെ മോനെയും കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കി പറഞ്ഞ് കരയുവാണ്. എൻ്റെ കുഞ്ഞിനെ, എൻ്റെ നന്ദയെ അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലെന്നും പറഞ്ഞാണ് ഗൗതം കരയണത്. അങ്ങനെ കരച്ചിൽ ഒരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ അമ്മ, എൻ്റെ പൊന്നു മോന്, എൻ്റെ നന്ദയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം കരയുമ്പോൾ ലക്ഷ്മിക്ക് ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിങ്കി ഇങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുവാണ്. വേണ്ട, ഒന്നും കൊടുക്കണ്ട, കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇങ്ങനെ സ്വയം മനസമാധാനിക്കാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ ചങ്ക് പൊട്ടി ചത്തുപോയതിനെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ കരയുന്നതൊക്കെ ലക്ഷ്മിയും സഹിക്കാൻ മേലാതിരിക്കുക. എല്ലാം കഴിഞ്ഞ് നന്ദ അവിടെ ഇങ്ങനെ ആ ആശ്രമത്തിൽ ഇരിക്കുവാണ് ഈ ഒരു അവസ്ഥയിൽ. അപ്പോഴേക്കും ആ അമ്മ, അതായത് ആ സ്വാമിനിയായിട്ടുള്ള അമ്മ നന്ദയ്ക്ക് മനസ്സിന് സമാധാനം കിട്ടാനും മനസ്സിനെ തിരിച്ചു പിടിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ അമ്മ ഓരോ ക്ലാസ്സുകളായിട്ട് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഓരോരുത്തർ അനുഭവിക്കേണ്ടി വരുന്നത്, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, പ്രതിസന്ധികളിൽ എങ്ങനെ നിൽക്കണമെന്നുള്ളതൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുക നന്ദയ്ക്ക്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് ആ അമ്മ നന്ദയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നന്ദയ്ക്ക് ഒന്നും സ്വീകരിക്കാനേ പറ്റുന്നില്ല, തൻ്റെ കുഞ്ഞെന്നുള്ളൊരിത്. അപ്പോൾ മനോബലം തിരിച്ചെടുക്കണമെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും ഒരു മടങ്ങിപ്പോക്ക് എനിക്കില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പം അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അതും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് അമ്മ അറിയണമെന്ന് നന്ദ പറയാം. അപ്പം നീ പറഞ്ഞു അമ്മ കേൾക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ നന്ദ ഇവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം പറയാം. അതിനുശേഷം അർജുൻ മരിച്ചത്, പിങ്കി വിധവയായത്, പിങ്കി ശപിച്ചത്, അങ്ങനെ പിങ്കിയുടെ വയറ്റിൽ അവരുടെ കുഞ്ഞ് ചെന്നത്, പിന്നെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ, എല്ലാം നമ്മുടെ നന്ദ പറഞ്ഞു. അങ്ങനെ അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം വരെയുള്ള കാര്യങ്ങൾ നന്ദ അമ്മയോട് പറഞ്ഞു. ഗൗതം സാറ് എൻ്റെയും എൻ്റെ മോൻ്റെയും ജീവനാണെന്നും ഇനി ഒരിക്കലും ആ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കില്ല എന്നുള്ള കാര്യവും നമ്മുടെ നന്ദ പറയുക. എൻ്റെ മരണം വരെ ഞാൻ ആ മനുഷ്യനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞപ്പം ജീവിതം വാശി തീർക്കാനുള്ളത് മാത്രമല്ല, പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും കൂടി ഉള്ളതാണ് മോളെ എന്നാ അമ്മ നന്ദയ്ക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. മോളിപ്പോൾ തനിച്ചല്ല, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ടെന്നുള്ള കാര്യവും അമ്മ പറയുക. അത് കേട്ടപ്പോൾ തമ്പുരാനെ അന്നും വിട്ടിങ്ങനെ ഇരിക്കുന്നു പോയി. ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ? ഈശ്വരൻ എനിക്ക് തന്ന വരദാനമാണിത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് നൽകുന്ന ഒരു സാന്ത്വനമാണിതെന്നും പറഞ്ഞ് നന്ദ പറയാം. ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ കുഞ്ഞിനെ ഓർത്തിട്ടാണെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയാം. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ്, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞു. ഇനി ഒരിക്കലും എനിക്കൊരു മടങ്ങിപ്പോക്കില്ല എന്ന് നന്ദ തറപ്പിച്ച് തന്നെ അമ്മയോട് പറയാം. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ നന്ദ ഗർഭിണിയാണെന്ന് അറിയുന്നു. അതിനുശേഷം വീണ്ടും അമ്മയും നന്ദയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴും ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ താൻ തനിച്ചാണെന്നും തനിക്കിനി ആരും വേണ്ടാന്നും നന്ദ അമ്മയോട് പറയാം. പിന്നെ നന്ദയെ അമ്മ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ അമ്മയുടെ ആശ്രമത്തിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ജീവിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് അതിനൊരു നിലനിൽപ്പാകുന്ന കാലം വരെ മാത്രം മതി അമ്മ എനിക്കൊരു അഭയം. അതിനുശേഷം ഞാനൊരു ജോലി ചെയ്ത് ജീവിച്ചോളാമെന്ന് നന്ദ പറയുന്നു. അപ്പോൾ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആശ്രമത്തിൽ നിന്ന് കിട്ടുമെന്നൊക്കെ അമ്മ പറഞ്ഞു. ഒരു ഡോക്ടറാണെന്നല്ലേ നീ പറഞ്ഞത്, നിന്റെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ ശാന്തിപുരത്തിന് ഒരനുഗ്രഹമാണ് മോളെ എന്ന് അമ്മ ഇങ്ങനെ നന്ദയോട് പറയുക.
ഒരു കാര്യം മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ, ശാന്തിപുരത്തിന് നീ ഒരു തണലാവണം എന്നുള്ളത്. നിനക്ക് ആവശ്യമുള്ള അഭയം ശാന്തിപുരം നിനക്കും നൽകിയിരിക്കുമെന്നും ആ അമ്മ പറയുവാണ്. അങ്ങനെ ആശ്രമത്തിലേക്ക് നമ്മുടെ നന്ദ യാത്രയാവുകയാണ് കേട്ടോ. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നന്ദ സമ്മതിച്ചു. അത് ശരി അമ്മേ, ഞാൻ അമ്മയ്ക്കൊപ്പം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോട്ടെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് നന്ദ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ആ അമ്മ ആ ഒരു ഇതിങ്ങനെ പറയാതെ, ഇത് നന്ദയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു പെൺകുഞ്ഞാണെന്നും ആ പെൺകുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളോ അപ്പോൾ എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു മകളാണല്ലേ എന്ന് നന്ദ ഇങ്ങനെ അമ്മയോട് ചോദിച്ചു കേട്ടോ. നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായത്, ഒത്തിരി സന്തോഷമായി. ഇപ്പം മകൻ അനാഥാലയത്തിലും മകൾ ദേ ഇപ്പം നന്ദയുടെ വയറ്റിലും. എൻ്റെ മോൾക്കൊരു പേരെൻ്റെ അമ്മ ഇപ്പോഴേ പറയൂ അമ്മേ എന്നിങ്ങനെ നേരം നന്ദ ചോദിച്ചു കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കണ്ണടച്ച്. അപ്പോൾ ഗൗരി എന്നുള്ള പേരും ആ അമ്മ പറഞ്ഞു. അപ്പോൾ ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി എന്ന് വിളിച്ചാൽ മതി അവളെ എന്നും പറഞ്ഞ അമ്മ. മോള് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നന്ദയെ അമ്മ യാത്രയാക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ അമ്മയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ആ അമ്മ നന്ദയ്ക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.